ഷെഫ് സൈബ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ബിരിയാണി മസാല ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ കോഴിനെ ഓടിച്ചിട്ടൊക്കെ പിടിച്ച് 1 മിനിറ്റ്. അപ്പൊ കോഴിനെ ഓടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് അത് എന്താ പറയാ കൊല്ലാനൊന്നും തോന്നിയില്ല. കാരണം സൈബൊക്കെ പറയാ പാവല്ലക്കാന്ന് പറയാണ് അല്ലേ, പാവല്ല നമ്മള് പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരെ പിടിച്ച് കൂട്ടിലാക്കിയിട്ട് നേരെ പോയി ചിക്കൻ എന്തായാലും ഞാൻ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് മുന്നിലേക്ക് കറി എത്തിക്കാന്ന് പറഞ്ഞതാണ്. അപ്പം എന്ത് ചെയ്ത് നേരെ പോയിട്ട് 1 കിലോ ചിക്കൻ അങ്ങോട്ട് മേടിച്ച് ഷോപ്പിൽ നിന്ന്, എന്നിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഞാനും സൈബിയും കൂടി ഇന്ന് കുക്ക് ചെയ്യാൻ പോവാ അല്ലെ. എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോണ പറഞ്ഞു? ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഒരു ചായ പോലും ഞാനും സൈബി ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം. ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ചിക്കൻ വാഷ് ചെയ്യണം. അതെ, ചിക്കൻ വാഷ് ചെയ്യാൻ പോവാണ് ആദ്യം. സോ എന്തായാലും എന്താവോ എന്തോ ഇത് ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മളാണ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റാഷിന്റെ മേത്ത് പരീക്ഷിക്കാൻ പോവാട്ടോ. നിങ്ങൾ രണ്ടാളും കൂടിയാണ് തിന്നാ മതി. എന്റെ മേത്താണ്ട് പരീക്ഷിക്കണ്ട കേട്ടോ. അവന്റെ മേത്തല്ല നമ്മള് പരീക്ഷിക്കാൻ പോണത്, എന്റെ മേത്ത നമ്മള് പരീക്ഷിക്കാൻ വേണ്ടി. അതെ, നോക്കാം. എന്റെ മേത്താണ് മോളെ. അപ്പം എന്തായാലും ഫസ്റ്റ് വാഷ് ചെയ്യും. അപ്പൊ ഇതാ നമ്മുടെ ചിക്കന് വാഷ് ചെയ്ത്. ചിക്കനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വാഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ചിക്കൻ റെഡിയായി. ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മള്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നെക്സ്റ്റ് എന്താ ഇടാൻ വേണ്ടത് സേവ? ഉള്ളി. അതെ, ഉള്ളിയാണ് നമ്മൾ ഇടാൻ വേണ്ടി പോണത്. അപ്പൊ ഇനി നമ്മള് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇടാൻ പോവാണ്. ഇടുമ്പോ ഇത് തെറിക്കൂലേ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല അല്ലേ സൈബ? നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് എല്ലാവരും പറയുന്ന മാതിരി ചുവപ്പ് കളർ ആവണ്ടേ, അപ്പൊ ചുവപ്പ് കളർ ആവണം. ഇന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കും അല്ലേ? ഷെഫ് സൈബ, ഷെഫ് റോഷൻ. ചെറിയൊരു കളർ വ്യത്യാസം വരണം, അതന്നെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം മറന്നു, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ല. അത് ഷെഫ് സൈബ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സൈബ പറഞ്ഞത് എന്തൊക്കെ സാധനം? ഇതെന്താണ്? തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഇതെന്തിന്? ചപ്പും പൊതിന്. പിന്നെ അതെ, വെരി ഗുഡ്. അത് കഴിഞ്ഞ് ഈ സാധനം എന്താണ് സൈബ? ഉപ്പ്. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. അതെ, ഇത്തിരി ഉണ്ട്. ഇത് ചിക്കൻ കറി ഇവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാരും എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാന്നൊന്നും അറിയില്ല. ഈ ഒരു ടേസ്റ്റിലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ സൈബ? നമ്മൾ രണ്ടാളും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി എന്താ പറയാ, വീണ്ടും നമ്മുടെ ചട്ടിയിലേക്ക് പോവാം. അപ്പൊ അടുത്ത സാധനം മിക്സ് ചെയ്യാനുള്ള ടൈമായി. ഇതിന്റെ ഒരു പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാധനം ഇടാം. ഓക്കെ, സൈബ, ഷെഫ് സൈബ ഇടും. എന്താ നമ്മൾ ഇടുന്നത്? കിട്ടോ. ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു 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 ഈ മുളകിന്റെ ഇഞ്ചിന്റെ എല്ലാത്തിനും കൂടി ഒരു മിക്സഡ് സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത സാധനം നമ്മൾ ഇടാൻ പോവാണ്. അടുത്ത എന്താ ഇടാൻ പോകുന്നത് സൈവ? ഇട്. മൊത്തത്തിലിട്ടേക്ക് ഇങ്ങനെ.
അങ്ങനല്ല ഇത് കൂട്ടിയിട്ടൊക്കെ കുറച്ച് ഇത്തിരി പുറത്തേക്ക് പോയി. കൈയ്യട്ടി പോയതാണ്. എന്താണ്? ഓക്കെ 3 തക്കാളി ആയിരുന്നു. ഇപ്പൊ അത് 2.25 2.5 തക്കാളി ആയി. കാരണം ബാക്കി കുറച്ച് അര തക്കാളി താഴത്തേക്ക് പോയി. ഓക്കെ ഇതൊക്കെ കൂടി ഒന്ന് സെറ്റായി വാടിയിട്ട് വരട്ടെ. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി എന്താ അടുത്തിടാൻ പോണ നമ്മള്? മല്ലിപ്പൊടി. യെസ് ഇടല്ലേ നമ്മൾക്ക്? അത് നീ ഓക്കെ ഞാട്ടുണ്ട് ഹെൽപ്പ് ചെയ്ത് തന്നാ മതി, എടുത്തന്നാ മതിട്ടാ. എന്താണ് സൈബ? സാധനങ്ങളൊക്കെ കറക്റ്റ് എടുത്ത് തന്നോളൂ കേട്ടോ. ഏയ് പുറത്തൊന്നും ആവുന്നേ ഇല്ല. ചട്ടി മൊത്തം സാധനങ്ങളാണ് ഓളൊക്കെ കൊണ്ടിട്ടിട്ട്. ഇപ്പം ഈ മസാലകളൊക്കെ നമ്മളൊന്ന് ഇട്ട് കുഴച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ഇടാം നമുക്ക്. ഇനി ഇതിലേക്ക് എന്താ ഇടേണ്ടത് സേവ? ഓക്കെ കുറച്ച് ഉപ്പിട്ടെ. ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ടോ, കുറച്ചുകൂടി തോന്നട്ടോ. ഞാൻ ഇട്ടോളാം. ആഹാ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. എന്താവോ എന്തോ. ഇനി നമ്മളെ മെയിൻ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യണം. നല്ല കഴുകി വെച്ച ചിക്കൻ അല്ലേ? അതെ സൈബ. അടുത്ത് നമ്മൾ എന്താ ഇടുന്നത്? ചിക്കൻ. എനിക്ക് ഇഷ്ടമല്ല ചിക്കൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ബീഫാണോ ചിക്കനാണോ? ചിക്കനാണ്. അപ്പൊ ചിക്കൻ ഇട്ടോ. ഓരോന്നല്ല വാരിട്ടോ വെള്ളം. ഇതിൽ കുറെ വെള്ളം നിൽക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒഴിവാക്കട്ടെ. ഇടി ഷെഫ് പെട്ടെന്ന് ഇടി. നിങ്ങൾ എന്താണ് ഇങ്ങനെ? ഇല്ല ഇട്ടുപിടികള്. എന്താണ് നിങ്ങള്? യെസ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് തീരാനായിട്ടുണ്ട്. അതെ അവസാനം ചിക്കൻ ഇടും, പീസ് ഇടും. യെസ് ഇട്ട് കഴിഞ്ഞു. നല്ല അടിപൊളി മണം വരുന്നുണ്ടല്ലോ. അയ്യോ അടിപൊളി മണം മാത്രം ഉണ്ടാവുള്ളൂ. ആദ്യമായിട്ടാണ് എന്റെ കുക്കിംഗ് ലൈഫിലെ ഫസ്റ്റ് കുക്കിംഗ് ആണ്. ഒരു ചായ പോലും ഉണ്ടാക്കാത്ത ആളാണ് ഈ ഒരു എന്താ പറയാ ഞാനും. അതെ സൈബി ഞാനും. ഈ ചായ ഇടക്കിടക്ക് എടുത്ത് പറയുന്നല്ലോ. ചായ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റല്ലേ സൈബ? ഉണ്ടായിരിക്കുന്നു. സൈബ് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഈ എന്തെങ്കിലും തിന്നിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്ത്? ഓളെന്നും ഉണ്ടാക്കലുണ്ടല്ലോ കളിക്കുന്നതില്. ശരിക്കത്തേല് ഉണ്ടാക്കില്ല. ഇതിപ്പോ നമ്മള് ശരിക്കത്തേല ഉണ്ടാക്കണല്ലേ? ഓളെന്നും ചായ ഉണ്ടാക്കിട്ട് എന്നെ കൊണ്ട് കുടിപ്പിക്കലുണ്ട് കളിക്കത്തേയില് അല്ലേ സൈബ? ഇതിലിഞ്ഞ് വെള്ളം ഒഴിക്കണമ്മ. ഇപ്പൊ ഇത് നന്നായിട്ട് ഡ്രൈ ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് സൈബ ഇതിലേക്ക്? ബിരിയാണി മസാല ഇട്ടിട്ടില്ല. ആണോ? അപ്പൊ അതിട്. കണ്ടില്ലേ ഷെഫ് കണ്ടില്ലേ പഠിച്ച കാര്യങ്ങളൊക്കെ.
എന്നിട്ടാണ് വെള്ളം ഒഴിക്കണ്ടേ? ഓക്കെ, നമ്മൾ അതിൻ്റെ ഇടയിൽ മറന്നു പോയതാണ്, ബിരിയാണി മസാല ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ. ആഹാ, നല്ല സ്മെല്ലല്ലേ സിബ? മട്ടോക്കിയാ നീ മണത്തോക്ക്. അടിപൊളിയാ. അപ്പൊ ഇതിലേക്ക് ഇത്തിരി കറിയാണ്, നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. സോ ഇത്തിരി വെള്ളം ഒഴിക്കാം അല്ലേ? അപ്പൊ ഇതൊന്ന് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. സൈബ അങ്ങനെ ചെയ്യണ്ടേ? മൂടാനുള്ള പാത്രം എടുക്ക്. കുറച്ചേരം അടച്ചു വെക്കാം. സ്മെല്ലല്ലേ? ഉപ്പ് നോക്കാം നമുക്ക്. വേണ്ട, ഇല്ല, ചൂടില്ല. ഉപ്പുണ്ടാ? ഇല്ല. ഇഞ്ഞിടണോ ഉപ്പ്? എടുത്തോ, ചിട്ടോ. ഒരു പീസ് വല്ലതും ചെറുത് കിട്ടിയിരുന്നെങ്കിലോ. യെസ്, ചിക്കൻ ഇഷ്ടാ? തടച്ചു വെക്കാം. ഊത്. ഓ, ചൂടുണ്ട്. ഷെയ്ഡാ കാക്ക, ഭയങ്കര ഷെയ്ഡ്. എന്താ ചൂടുണ്ടാ? ഊത്. ഈ കഷ്ണപ്പത്തിന് എടുത്തുന്നല്ലേ? ഇനി നമ്മള് ചോറും കൂട്ടി ഇത് ടെസ്റ്റ് ചെയ്യണ ചടങ്ങാണ്. ആശി റെഡി അല്ലേ? സെറ്റ് അല്ലേ? ആദ്യം നിങ്ങൾ തിന്നിട്ട് നെഗറ്റീവ് നീല കളറില്ലാന്ന് ഞാൻ നോക്കട്ടെ. അല്ലേ സൈബ? തിന്നോക്കണ്ട നമുക്ക്. നല്ല സ്മെല്ലല്ലേ? ടെസ്റ്റ് ചെയ്യണ ആ ഒരു ചടങ്ങിലേക്ക് നമുക്ക് കിടക്കാം. സൈബ ഓപ്പൺ ചെയ്യും. ഇത്തിരി ചോറിലേക്ക് കൊടുക്കുകയാണ് നമ്മള്. ആഹാ, നല്ല ചട്ടിന്റെയും അതേപോലെ തന്നെ ഈ ചിക്കന്റെ എല്ലാം കൂടി സ്മെല്ല് ഇങ്ങനെ സൈബക്ക് തിരക്കായി പോയിട്ടോ. ആ ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും കൊതിയാവുന്നുണ്ട്. ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം റാഷിനെ നമുക്ക്. ഞാനും റാഷൻ കൂടിയാണ് തിന്നാൻ പോകുന്നത്. പക്ഷേ റെഡി അല്ലേ? ടെസ്റ്റർ കണ്ടപ്പൻ എത്തിയിട്ടുണ്ട്. എന്ത് ചൂടാണ്. സ്മെല്ല് എങ്ങനെയുണ്ട്? സ്മെല്ലൊക്കെ ഓക്കെ, പക്ഷെ തിന്നു നോക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഹോൾ ഇന്ത്യ പോയപ്പോ കിട്ടിയ ഇറച്ചിക്കറിയുമായി തോന്നുന്നുണ്ട്. കാരണം നല്ല സ്മെല്ല് ഉണ്ടാവും, പക്ഷെ എന്താ പറയാ, ടേസ്റ്റ് ഉണ്ടാവില്ല. ഡയലോഗ് എടുത്ത് നീ തിന്ന് എന്നിട്ട് പറയാ. ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയടാ. നിന്റെ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, 2-3 പിടി തിന്നട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞ ടേസ്റ്റ് ഉണ്ടല്ലേ എന്നുള്ളത്. ഉമ്മ വെക്കണ അത്ര നന്നായി ചെയ്യും. പക്ഷെ നീ കുറ്റം പറയാൻ വേണ്ടിട്ട് തിന്നണ്ട. നീ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറ്റം പറയുമ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ കൊണ്ട് ഞാൻ കുറ്റം പറഞ്ഞത്. അങ്ങനെ കുറ്റം പറയാൻ നിൽക്കണ്ട, അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണ്ട. മസാലന്റെ ഒരു ചെറിയൊരു കുത്തലുണ്ട്, ഡൗട്ട് ഉണ്ട്, എന്നാലും അടിപൊളിയാണ്. ഓ, താങ്ക് യു. ഇനി ഇറച്ചി തിന്നോട്ടെ. അപ്പൊ പീസ് ഒന്നുമില്ല. നല്ല ചൂട് ചിക്കൻ.
വെന്ത് വേവ് അടിപൊളി വേവ് പക്കാണ് സാധനം കിട്ടും. സൈബ പറ സൈബ ഇപ്പുറത്തുനിന്ന് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. സൈബ എങ്ങനെയുണ്ട്? എന്തേ ചൂടുണ്ടോ? അവളിതവിടെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഇതാ അവൾക്ക് ഇതാ പീസാക്കി കൊടുക്കണം. രാശേഷ് പീസാക്കി കൊടുക്കും. സൈബ തിന്നേ ഒന്നുകൂടെ. എങ്ങനെയുണ്ട്? പറ സെറ്റല്ലേ? ഓക്കെ അല്ലേ? സൂപ്പർ. അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ കുക്കിംഗ് അതൊരു ചിക്കൻ കറി തന്നെയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി വെച്ചതാണ്. ഷെഫ് റോഷൻ, ഷെഫ് സൈബ അല്ലേ? അപ്പൊ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ. അപ്പൊ എന്തായാലും എന്റെയും സൈബന്റെയും ഈ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സൈബ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ. അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാം. അതെ. അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.